ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. കുറച്ചധികം ചോദ്യങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുമെന്ന്. വീഡിയോ ലെങ്ത്ത് അധികം ആയി പോകണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇതിൽ ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എത്രാമത്തെ ചോദ്യമാണ് നമുക്കിനി പറയാനുള്ളത്? 44ാമത്തെ ചോദ്യമാണ്. വായിക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. സംഘടിതം സ്ട്രെസ് ചെയ്തോളൂ. എ പഴശ്ശി കലാപം, ബി മലബാർ കലാപം, സി ആറ്റിങ്ങൽ കലാപം, ഡി കുറിച്യ കലാപം. അപ്പോൾ ആദ്യത്തെ ആണ് സംഘടിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പം ഏതാണ് ആൻസർ വരിക? അതെ, ആറ്റിങ്ങൽ കലാപമാണ് വരിക. അപ്പം നമുക്കിവിടെ കൺഫ്യൂഷൻ വരാൻ അഞ്ചുതെങ്ങൊന്നും ഓപ്ഷനിലില്ല എന്തായാലും. അപ്പം അഞ്ചുതെങ്ങ് ഉണ്ടെങ്കിൽ ആദ്യത്തെ പ്രക്ഷോഭമാണ്, പക്ഷെ സംഘടിത പ്രക്ഷോഭം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണല്ലോ ആൻസർ വരിക. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ഓർത്ത് വെക്കണം, 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഓക്കെ, ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ് ആദിത്യവർമ്മയാണ്. അത് ഓർത്തു വെക്കാൻ, ആദ്യത്തെ സംഘടിത കലാപം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആദിത്യവർമ്മ എന്ന് ഓർത്തു വെക്കാം. ഇനി കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡാണ്. അത് നമുക്കറിയാം, ആറ്റിങ്ങൽ റാണിക്ക് ഗിഫ്റ്റുമായിട്ടൊക്കെ പോകുന്ന ആ ഒരു സന്ദർഭമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഗിഫ്റ്റ് എന്നുള്ളതിൽ നിന്നും ഗിഫോർഡ് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് കൊണ്ടുപോകുന്ന വഴിയിലാണ് എന്തൊക്കെയോ സംഭവിക്കുന്നത്. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? വൻതോതിലുള്ള അഴിമതി അല്ലേ, വൻതോതിലുള്ള അഴിമതി. പിന്നെയോ കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട്. വൻതോതിലുള്ള അഴിമതിയും പിന്നെ കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടൊക്കെയാണ് ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ അഞ്ചുതെങ്ങ് കലാപം 1697 കേട്ടോ. എന്നാൽ ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ 1721 ആറ്റിങ്ങൽ കലാപം ആണ്. ഇത് 1697 വർഷം മാറിപ്പോകരുത്. ഇത് 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ആരായിരുന്നു ആ സമയത്തെ വേണാട് രാജാവ്? ആരായിരുന്നു? ആദിത്യവർമ്മ. ഓക്കെ, ഈ കലാപത്തിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വധിക്കപ്പെട്ടു. ആരാണ്? ഗിഫോർഡാണ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. നമ്മൾ ജസ്റ്റ് വായിച്ചു പോവും. ഈ തലശ്ശേരി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നത്? തലശ്ശേരിയിൽ നിന്നും വന്ന ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. 2021 ഏപ്രിൽ 15 300ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമാണ് ആറ്റിങ്ങൽ കലാപം. ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ 2021 ഏപ്രിൽ 15 എന്ത് സംഭവിച്ചു? 300ാം വാർഷികം ആഘോഷിക്കേണ്ടായി. ഏത് കലാപം? ആറ്റിങ്ങൽ കലാപം. ഓക്കെ, കാരണം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപാനന്തരം 1723 ഏത് ഉടമ്പടി നമ്മൾ ഒപ്പുവെക്കുന്നത്? വേണാട് ഉടമ്പടി. അപ്പം വേണാടാണല്ലോ അവിടെ എന്ന് പറയുന്നത്, അതുകൊണ്ട് വേണാട് ഉടമ്പടിയാണ് 1723. 21 നമ്മുടെ കലാപം. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം 23 വേണാട് ഉടമ്പടി നമ്മൾ ഒപ്പുവെക്കുന്നത്. ഇനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി. എല്ലാം ആദ്യത്തെയാണ് ഏകദേശം വരുന്നത്. ആദ്യത്തെ സംഘടിത കലാപം, പിന്നെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ഇനി ആദ്യത്തെ ഉടമ്പടി ഏത് തന്നെയാണ്? ഈ വേണാട് ഉടമ്പടിയാണ്. എന്ത് ആദ്യത്തെ ഉടമ്പടി? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഇതിൽ ഒപ്പുവെച്ചത്? പഠിച്ചു വെച്ചോളൂ. മാർത്താണ്ഡവർമ്മ, അലക്സ്
അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന് 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. മാർത്താണ്ഡവർമ്മ, അതിങ്ങനെ മാർത്താണ്ഡ വേണാണ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ അലക്സാണ്ടർ ഓം, ഓക്കെ, മാർത്താണ്ഡവർമ്മ പിന്നെ അലക്സാണ്ടർ ഓമും ചേർന്നിട്ടാണ് 1723 എന്ത് ഒപ്പുവെക്കുന്നത്? വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. പിന്നെ ആ സമയത്ത് വേണാട് രാജാവ് ആദിത്യവർമ്മയാണ്. ഈ കലാപത്തിൽ പിന്നെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡാണ്. പിന്നെ ഇതിൻ്റെ 300-ാം വാർഷികം നമ്മൾ എപ്പോൾ ആഘോഷിച്ചു? 2021 ഏപ്രിൽ 15 ആഘോഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. വർഷം 1723 മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ് ഇതിൽ ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എത്രാമത്തെ ചോദ്യം ഇനി പറയാനുള്ളത്? 47 അല്ലേ? 47 കേട്ടോ, സോറി കേട്ടോ, 44 ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. 45-ാമത്തെ ചോദ്യമാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുഷ്ടാചാരം. ശുചീന്ദ്രൻ കൈമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആരെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശുചീന്ദ്രൻ കൈമുക്കിൻ്റെ കാര്യം പറഞ്ഞത്? ശുചീന്ദ്രം കൈമുക്ക് എന്നായിരുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയറ് പരസ്യമായി വലിച്ച് ആചാരം ലംഘിച്ച നേതാവ് ആരാണ് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൈകുണ്ഠസ്വാമികളായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ? ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? അപ്പോൾ കുറേ നേരമായില്ലേ നമ്മൾ മഹാരാജാക്കന്മാരെ ഇങ്ങനെ കാണുന്നു. അതുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കും. നേരത്തെ നമ്മൾ ആദിത്യവർമ്മേനെ പഠിച്ചില്ലേ, പിന്നെ ചാനാർലഹള പറഞ്ഞപ്പോൾ ഉത്രം തിരുനാളിന് പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് പണ്ടാരപ്പാട്ടേൻ്റെ സമയത്ത് ആയില്യം തിരുനാളാണെന്നറിയാം. അങ്ങനെ പിന്നെ മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ, അങ്ങനെയുള്ള കുറച്ച് ആളുകളില്ലേ, അവരെയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ശുചീന്ദ്രൻ കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? എ ചിത്തിര തിരുനാൾ, ബി സ്വാതി തിരുനാൾ, സി മാർത്താണ്ഡവർമ്മ, ഡി ശ്രീമൂലം തിരുനാൾ. അതെ, ആരാണ്? സ്വാതി തിരുനാളാണ് കേട്ടോ. ആൻസർ സ്വാതി തിരുനാൾ. ഓക്കെ, നമുക്ക് ബാക്കി വായിക്കാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. അപ്പം സുവർണകാലം എന്ന് അറിയപ്പെടുന്നത് ആയതാണ്? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. അപ്പം സ്വാതി ഇങ്ങനെ കുറേ സ്വർണ്ണമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പം നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ്, സ്വർണ്ണമൊക്കെ അണിഞ്ഞ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ശുചീന്ദ്രം കൈമുക്ക് എന്നുള്ള ആ ശുചിത്വം എന്നുള്ള വാക്കുമായിട്ട് വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കും. സ്വാതി നല്ല ശുചിത്വമൊക്കെ ഉള്ള കുട്ടിയാണ്, കുറേ സ്വർണ്ണമൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, അന്നത്തെ കാലത്ത് ഇങ്ങനെ സ്വർണ്ണ ആഭരണ വിഭൂഷിതയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ എന്താണ് സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ, ഞാൻ ഇമാജിൻ ചെയ്യാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ഇനി എന്തൊക്കെ അദ്ദേഹത്തിന് പേരുകളുള്ളത്? ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ സ്വാതി തിരുനാൾ, ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിലും എന്തറിയപ്പെടുന്നുണ്ട്? സ്വാതി തിരുനാൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാതിനെ നമുക്ക് എന്തിനു വേണ്ടിയാണ് ഈ സ്വർണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്? ഇപ്പോൾ ഇതൊക്കെ ഇല്ലേ, ഗർഭിണികളായാൽ വളക്കാപ്പ്, അങ്ങനത്തെ ഓരോ ചടങ്ങുകളൊക്കെ ഇല്ലേ, നമുക്കിങ്ങനെ കഥ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാം. ആ കഥ ഇങ്ങനെ ആലോചിക്കുമ്പം നിങ്ങൾക്ക് കിട്ടും. സ്വാതി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഗർഭകാലത്ത് എന്താണ് വളക്കാപ്പൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലേ ഇന്ന് ട്രെൻഡിങ് ആണല്ലേ അതൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വളകളും ഇതൊക്കെ ഇട്ട് ഭയങ്കര മനോഹരമായിട്ട് നിൽക്കുവാണ് ആര്? നമ്മുടെ സ്വാതി. അപ്പോൾ ഗർഭകാലത്താണ്. അതുകൊണ്ട് ഗർഭശ്രീമാൻ എന്നും അറിയപ്പെടുന്നത് ആരാണ്? ഈ സ്വാതിയാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നു. എന്നിട്ട് ഈ ഗർഭിണികളായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആചാരങ്ങളാണല്ലേ ഇന്നും. അങ്ങോട്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്, കാലുമേ കാലെടുത്ത് വെക്കരുത്, അല്ല അത് അങ്ങനെയല്ല കേട്ടോ, അതൊരു ആചാരമല്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവില്ലേ? വലിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കരുത്,
അങ്ങനെ എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ദക്ഷിണ ഭാഗത്തേക്ക് ഇരുന്നിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ഒരു അമ്മൂമ്മ വന്നിട്ട് പറയാം സ്വാതിൻ്റെ അടുത്ത്. അപ്പോൾ സ്വാതി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുവാണ്. എങ്ങനെ കുറേ സ്വർണ്ണമൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ശുചിത്വം. എന്തായാലും ഗർഭിണിയാവുന്ന സമയത്ത് ശുചിത്വം നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ശുചിത്വത്തോടു കൂടിയൊക്കെയാണ് ഇരിക്കുന്നത്. എന്താണ് പിന്നെ ഒരു ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കൊടുത്തപ്പോൾ പറഞ്ഞു ഇങ്ങനെ ദക്ഷിണ ഭാഗത്തേക്ക് ഇരുന്നിട്ട് മാത്രമേ നീ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം. അപ്പം ശുചിത്വമുള്ള കുട്ടിയാണല്ലോ. അപ്പം ശുചീന്ദ്രം, കൈമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ എന്ത് കണക്ട് ചെയ്യുക? സ്വർണ്ണാഭരണ വിഭൂഷിതയായിട്ടായിരിക്കുന്നത്. അപ്പോൾ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. പിന്നെ എപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്? ആ കുട്ടി ഗർഭിണി ആയപ്പോഴാണ്. അപ്പോൾ ഗർഭശ്രീമാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ദക്ഷിണ ഭോജൻ എന്നും അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ സ്വാതി തിരുനാളാണ്. ഇനി സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളാണ്. അപ്പോൾ ഈ വളക്കാപ്പിൻ്റെ ചടങ്ങിനിടയിൽ എന്ത് വെക്കും? നല്ല മ്യൂസിക് ഒക്കെ വെക്കും അല്ലേ. അപ്പോൾ സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ. അപ്പോൾ സംഗീതമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചടങ്ങ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കാണാറില്ലേ. അപ്പോൾ സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പം ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, പിന്നെയോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് മധുരമൊക്കെ നമ്മൾ കൊടുക്കൂലേ, മധുരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുക, ഇതൊക്കെയാണല്ലോ. അപ്പോൾ സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ. പിന്നെ സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ. എന്താണ്? രാമവർമ്മ എന്നാണ് കേട്ടോ യഥാർത്ഥ പേര് വരുന്നത്, രാമവർമ്മ. ഇനി ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി, ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പം നമ്മൾ പറഞ്ഞു സംഗീതജ്ഞരിലെ രാജാവ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അതെന്തുമായിട്ട് കണക്ട് ചെയ്യാം? ഹജൂർ കച്ചേരി. കച്ചേരി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സംഗീത കച്ചേരി എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹജൂർ കച്ചേരി. അപ്പം എന്താണ്? പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹജൂർ കച്ചേരിയാണ് പ്രധാനം കേട്ടോ. അപ്പോൾ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി നമ്മൾ പഠിച്ചു, സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ഇരയിമ്മൻ തമ്പി. അപ്പം നമ്മളെ വളക്കാപ്പിന് ആരും വന്നിട്ടുണ്ട്? ഇരയിമ്മൻ തമ്പി വന്നിട്ടുണ്ട്. അവരാണ് ഈ സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് ഗാനം രചിച്ചതാരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. അപ്പോൾ വളക്കാപ്പിനൊക്കെ വന്നതല്ലേ, അപ്പം നമ്മൾ താരാട്ട് പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുമല്ലോ അമ്മയ്ക്ക്, വയറ്റിലുള്ള കുഞ്ഞിന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താണ്? അപ്പം ഇരയിമ്മൻ തമ്പി ചടങ്ങിന് വന്നിട്ട് പാടിക്കൊടുത്ത പാട്ട് ഏതാണ്? ഓമന തിങ്കൾ കിടാവോ നല്ല. കേട്ടിട്ടില്ലേ? എൻ്റെ പാട്ട് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, തൈക്കാട് ആശുപത്രി, കുതിരമാളിക എന്നിവ പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാൾ. അപ്പം എന്തൊക്കെ നമുക്ക് പഠിക്കാം? അപ്പോൾ കുട്ടി ഉണ്ടാവുന്നത് ഏത് ആശുപത്രിയിലേക്കാണ്? തൈക്കാട് ആശുപത്രിയിൽ വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? കുട്ടി ഉണ്ടാവുന്നത്. തൈക്കാട് ആശുപത്രി. പിന്നെ ഇവരുടെ മാളിക ഏതാണ്? കുതിരമാളിക. അതേപോലെ നക്ഷത്ര ബംഗ്ലാവ്. ഇതൊക്കെ ആർക്കുണ്ട്? സ്വാതിക്കുണ്ട്. പിന്നെയോ തിരുവനന്തപുരം മൃഗശാലയും ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത എന്തും സ്ഥാപിച്ചിട്ടുണ്ട്? ഒരു മൃഗശാല കൂടി ആര് പണിതിട്ടുണ്ട്? സ്വാതി തിരുനാൾ പണിതിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പം നമ്മൾ ഗർഭിണിയാണല്ലോ സ്വാതി, അതുമായി ബന്ധപ്പെട്ട് കുറേ പോയിന്റുകൾ നമ്മൾ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നു. ഈ പോയിന്റ് നമുക്ക് എങ്ങനെ കയറ്റാം? തൈക്കാട് ആശുപത്രി. നമുക്ക് ഏത് ആശുപത്രിയിലാണ് പ്രസവം? തൈക്കാട് ആശുപത്രിയിലാണ്. പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് റൂമുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും വെൽക്കം അതും ഇതൊക്കെ നിങ്ങൾ കാണാറില്ലേ? അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചത് എന്തൊക്കെയാ? കുതിരമാളിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നക്ഷത്ര ബംഗ്ലാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുട്ടി വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ എന്തുണ്ട്? കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മൃഗശാലയെ മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. അപ്പം കേസുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മുൻസിഫ് കോടതികളും
ആര് സ്ഥാപിച്ചിട്ടുണ്ട്? സ്വാതി തിരുനാൾ സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് സ്വാതി തിരുനാളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള ഒരു സ്വാതി ഉള്ള സമയത്ത് എന്താണ് വേറെ ആരെങ്കിലും സ്റ്റാമ്പിലൊക്കെ വരുമോ? ഇല്ല, ഭയങ്കര പൈസക്കാരനാണ്. അതുകൊണ്ട് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പം വെറുതെ അല്ല എന്ത് സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരുവിധത്തിൽപ്പെട്ട എല്ലാ സംഭവങ്ങളും ഈ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർച്ച പ്രാപിച്ച നൃത്തരൂപമാണ് ഏത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അപ്പം ഇരയിമ്മൻ തമ്പി വന്നു, ഓമനത്തിങ്കൾ കിടാവോ ഒക്കെ പാടി, പിന്നെ ഹജൂർ കച്ചേരി ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ എന്തും ഉണ്ടായിരുന്നു മക്കളെ? മോഹിനിയാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് വളർച്ച പ്രാപിച്ച നൃത്തരൂപമാണ് ഇത് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ രചനകൾ നോക്കൂ. ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം, ശ്രീ പത്മനാഭ ശതകം, സ്യാനന്തൂരപുര വർണ്ണന പ്രബന്ധം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ വരുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി 2 പോയിൻറ്റും കൂടിയേ ഉള്ളൂ, അതും കൂടി പറയാം. ഇതും കൂടിയുള്ളൂ കേട്ടോ. തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. എന്താണ്? തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ആദ്യ സെൻസസ് നടന്ന വർഷം 1836. 1836 മറ്റൊരു പ്രത്യേകത എന്താ? നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ. എന്താണ്? സമത്വ സമാജം ആര് സ്ഥാപിച്ചു? വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഈ സമത്വ സമാജമാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ സ്വാതി തിരുനാളിൻ്റെ എന്തൊക്കെ പഠിച്ചു? സ്വാതി തിരുനാളിൻ്റെ എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്ക് നമ്മുടെ കഥയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാ? ശുചീന്ദ്രം കൈമുക്ക് പഠിക്കാം അല്ലേ? ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി. പിന്നെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. പിന്നെ എന്താണ്? ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ. പിന്നെ അവിടെ എന്തുണ്ടായിരുന്നു? പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ, കൂടാതെ കച്ചേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഹജൂർ കച്ചേരി കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓമനത്തിങ്കൾ കിടാവോ പാടാൻ ആരാ വന്നത്? ഇരയിമ്മൻ തമ്പി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മോഹിനിയാട്ടവും ആ ഒരു വളക്കാപ്പുമായിട്ട് വെച്ചിട്ട് ചുമ്മാ കണക്ട് ചെയ്ത് ഇട്ടതാട്ടോ. വെറുതെ എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടിയാലോ എന്ന് ഓർത്തിട്ട് ഒരു കണക്ഷൻ അവിടെ ഇട്ടു എന്നേ ഉള്ളൂ. അതല്ലാതെ വേറെയും കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കോടതി, പ്രസ്, അങ്ങനെ കണ്ട് എന്തൊക്കെയോ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് വന്നിട്ടുള്ളതെന്നൊന്നും ഓർത്ത് വയ്ക്കുക. ഒരു സ്കൂളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസവം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ, തൈക്കാട് ആശുപത്രിയിലെ, പിന്നെ കുതിരമാളിക, അതേപോലെ നക്ഷത്ര ബംഗ്ലാവ്, പിന്നെ ഒരു മൃഗശാല, ഇതൊക്കെ സ്ഥാപിച്ചത് ആര് തന്നെയാണ്? സ്വാതി തിരുനാൾ ആണ്. ഓക്കെ. പിന്നെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് ചോദിച്ചാലും സ്വാതി തിരുനാളാണ്. ഓക്കെ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്, അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതും ആര് തന്നെയാണ്? സ്വാതി തിരുനാളാണ്. അതിന് വേണ്ടിയിട്ട് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചു എന്നൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇടാം. ഓക്കെ ആണോ? ഇനി നമുക്ക് 46-ാമത്തെ ചോദ്യം നോക്കിയാലോ. 46-ാമത്തെ ചോദ്യം എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ്? രാജാധികാരത്തെ എതിർത്തത് എ. വാഗ്ഭടാനന്ദൻ, ബി. ചട്ടമ്പി സ്വാമികൾ, സി. വൈകുണ്ഠസ്വാമികൾ, ഡി. സഹോദരൻ അയ്യപ്പൻ. ആരാണ്? അതെ, വൈകുണ്ഠസ്വാമികളാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വൈകുണ്ഠസ്വാമികൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 47 എളുപ്പമുള്ള ചോദ്യമാണ്. കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആരാണ്? ശ്രദ്ധിക്കുക, കുഞ്ഞൻ പിള്ള എന്നറിയപ്പെടുന്നത് ആരാ? എ. ചട്ടമ്പി സ്വാമികൾ, ബി. പട്ടം താണുപിള്ള, സി. മന്നത്ത് പത്മനാഭൻ, ഡി. ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്?
ചട്ടമ്പി സ്വാമികൾ. അപ്പം നമുക്ക് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ? ഓക്കെ, അതും കൂടി പറഞ്ഞിട്ട് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഒത്തിരി ഉണ്ട്, ഒരുപാട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് പഠിച്ചു പോകണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മളെ ചട്ടമ്പി സ്വാമികൾ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നോക്കട്ടെ. ചട്ടമ്പി സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ പഠിക്കാൻ പോവാണേ. അപ്പം നമ്മൾ സ്വാതി തിരുനാൾ പഠിച്ചു, വൈകുണ്ഠസ്വാമികൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാതെ വിട്ടത്. പിന്നെ നമ്മൾ ആറ്റിങ്ങൽ കലാപവും പഠിച്ചു കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിക്കാം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണൻമൂല. അപ്പോൾ ചട്ടമ്പി എന്നുള്ള വാക്കിൽ നിന്ന്, അതായത് ചട്ടമ്പി സ്വാമി എന്നുള്ളതിൽ നിന്ന് നമുക്ക് ചട്ടമ്പി എടുക്കാം. നമ്മുടെ മനസ്സിൽ ചട്ടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓർമ്മ വരുന്നത്? ഒരു ടെററായിട്ടുള്ള ഒരു ഗുണ്ടായിസൊക്കെ കാണിച്ച് നടക്കുന്ന ഒരാൾ എന്നുള്ള സങ്കല്പമാണ് നമ്മളിലേക്ക് പെട്ടെന്ന് വരിക. അതങ്ങനെ തന്നെ നിന്നോട്ടെ. നമ്മൾ കണ്ണടിച്ച് പൊട്ടിക്കുന്നൊക്കെ പറയൂലേ ചട്ടമ്പി. ചട്ടമ്പി എന്താ പറയുക, ഭീഷണിപ്പെടുത്താൻ അങ്ങനെയൊക്കെയല്ലേ, നിൻ്റെ കണ്ണടിച്ച് ഞാൻ പൊട്ടിക്കുന്നൊക്കെ പറയൂലേ, നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയൂലേ. അപ്പം അതിനകത്ത് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? കൊല്ലൂരും കണ്ണമൂലയും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തൂടെ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ടാൽ പോരെ. ഓക്കെ, അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിയാണ്. അപ്പോൾ ചട്ടമ്പി ഇങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത്, നിന്നെ ഞാൻ കൊല്ലടാ, നീ നോക്കിയിരുന്നാൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിൻ്റെ കണ്ണടിച്ച് ഞാൻ പൊട്ടിക്കും എന്നൊക്കെ പറയൂലേ. അപ്പോൾ നമുക്ക് കണ്ണമൂലയും കൊല്ലൂരും കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈകുണ്ഠസ്വാമി എവിടെയാണ് ജനിച്ചത്? കന്യാകുമാരി ശാസ്താംകോവിൽ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മന്നത്ത് പത്മനാഭൻ എവിടെയാണ് ജനിച്ചത്? സോറി, മന്നത്ത് പത്മനാഭനല്ല ഞാൻ ചോദിക്കാൻ വന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ഞാൻ ചോദിക്കാൻ വന്നത്. അത് ആണല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എവിടെയാണ് ജനിച്ചത്? നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചത്. ഓക്കെ, മന്നത്ത് പത്മനാഭൻ്റെയും പഠിച്ചു കേട്ടോ നമ്മൾ ഇന്നലെ. ഏതായിരുന്നു? മന്നത്ത് പെരുന്ന, അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പെരുന്നാന്ന് എഴുതുമ്പം ഇത് മന്നത്ത് എന്നുള്ളതും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നെയ്യാറ്റിൻകര ഞാൻ പറഞ്ഞത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. പിന്നെയോ വൈകുണ്ഠസ്വാമി. ഇപ്പം ഞാൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. കണ്ണൻമൂല കൊല്ലൂർ. അദ്ദേഹം ജനിച്ച വർഷം 1853 ഓഗസ്റ്റ് 25. അപ്പോൾ 20, 25, 28, 20 ആര്, 25 ആര്, 28 ആര്? ഒന്ന് കമൻ്റ് ഇട്ടേ. കാരണം 25 നമ്മൾ പറഞ്ഞു. അതേപോലെ ഓഗസ്റ്റ് 20 ഒരു പ്രധാന നവോത്ഥാന നായകൻ ജനിച്ചിട്ടുണ്ട്. 28 മറ്റൊരു നവോത്ഥാന നായകൻ ജനിച്ചിട്ടുണ്ട്. വർഷം വ്യത്യാസമാണ്. എന്നാലും എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 1853 ഓഗസ്റ്റ് 25 ആര് ജനിച്ചത്? ചട്ടമ്പി ജനിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നാണ്. അപ്പം അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ നാമം. പിന്നീടാണ് അവൻ ചട്ടമ്പി ആയിട്ട് മാറുന്നത്. ഞാനിങ്ങനെ പറയുന്നത് എന്താണ്, ഒരു കഥ പോലെ മനസ്സിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അല്ലാതെ അദ്ദേഹത്തിനോട് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും വിചാരിക്കരുത്. നമ്മൾ പഠിക്കുമ്പം ഇപ്പോൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഓപ്ഷൻസ് കാണുമ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ഓർമ്മ വരികയും നമുക്ക് എഴുതാൻ കഴിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നായിരുന്നു കേട്ടോ. ഒരു പാവം പിടിച്ച കുട്ടിയായിരുന്നു വിചാരിക്കുക. അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ പേര് കേട്ടാൽ നമുക്കറിയാലോ ഒരു പാവം കുട്ടിയാണ് എന്നുള്ളത്. പിന്നെയാണ് ഇവൻ ചട്ടമ്പി ആയിട്ട് മാറുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്താണ്? കുഞ്ഞൻപിള്ള. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ എന്താ വിളിക്കുന്നത്? പിള്ള എന്ന് പറഞ്ഞാൽ കുഞ്ഞു തന്നെയാണ് അർത്ഥം, കുഞ്ഞൻ എന്ന് പറഞ്ഞാലും കുഞ്ഞു തന്നെയൊക്കെ അർത്ഥം. അപ്പം എന്താണ്, ഭയങ്കര ഓമനിച്ചിട്ട പേരാണ്. കുഞ്ഞൻപിള്ളയെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കുഞ്ഞൻപിള്ള എന്നാണ് നമ്മൾ ചട്ടമ്പിനെ വിളിക്കുന്നത്. ഇവൻ്റെ കഥ മാറുന്നത് പിന്നെയാണ്. ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? തൈക്കാട് അയ്യ ആണ്. തൈക്കാട് അയ്യ. അപ്പോൾ കുറേ ആളുകളുടെ ഗുരുവാണല്ലേ തൈക്കാട് അയ്യ എന്ന് പറഞ്ഞാൽ. തൈക്കാട് അയ്യൻ്റെ ഗുരുവാണ് ആരെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു? വൈകുണ്ഠസ്വാമി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൈക്കാട് അയ്യ ആരുടെ ഗുരുവാണ്? ചട്ടമ്പി സ്വാമീൻ്റെ ഗുരു കൂടിയാണ്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു ആരാണ്? പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വഴി മാറുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ചട്ടമ്പി സ്വാമികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, പദസൂര്യനാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അന്ന് ഒത്തിരി പേര് പറഞ്ഞു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്ന്. എല്ലാ നവോത്ഥാന നായകരും ഇങ്ങനെ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നു കുറേ മുമ്പേ നമ്മൾ തുടങ്ങണമായിരുന്നു ഇതൊക്കെ. ഇപ്പം ഇനി ഒന്നിനും സമയമില്ല. എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാനിത് വായിച്ചിട്ട് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? സുബ്ബജടാപാടികളാണ്. അപ്പോൾ ഓരോരോ ഗുരുക്കളുണ്ട്. ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ, പിന്നെ തൈക്കാട് അയ്യ ഗുരുവിനെ പറഞ്ഞു, ഇപ്പം സുബ്ബജടാപാടികളെ പറഞ്ഞു. സുബ്ബജടാപാടികൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചേ? സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? സുബ്ബജടാപാടികളായിരുന്നു. ഇനി ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു ആരാണ്? സ്വാമിനാഥ ദേശികറാണ്. സ്വാമിനാഥ ദേശികർ. ഇനി ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരുടെ അടുത്തുനിന്നാണ്? ഹഠയോഗ വിദ്യ പഠിച്ചത് ആരുടെ അടുത്തുനിന്നാണ്? തൈക്കാട് അയ്യ ഗുരുവിൽ നിന്ന് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം ചട്ടമ്പി ആയിട്ട് മാറുക. ഹഠയോഗ വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ വിചാരിക്കും എന്തോ ആളെ തല്ലാനുള്ള എന്തോ ആണ് പഠിക്കുന്നതെന്നല്ലേ. അപ്പോൾ ഹഠയോഗ വിദ്യ പഠിച്ചത് ആരെടുത്തുനിന്നാ? തൈക്കാട് അയ്യ ഗുരുവിൽ നിന്ന് ആണ്. ഓക്കെ, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ആരാ വിശേഷിപ്പിച്ചത്? തെറ്റിപ്പോയി, ഞാൻ വായിച്ചത് തെറ്റിപ്പോയി. കണ്ടില്ല, എങ്ങനെയാണ് തെറ്റിപ്പോവുക? ചട്ടമ്പി സ്വാമി ആരെക്കുറിച്ചാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ശ്രദ്ധിക്കുക, തിരിച്ചും മറിച്ചൊക്കെ ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരാളെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു, ആ ആൾ അയാളെ തന്നെ അവർ കണ്ടുമുട്ടിയപ്പോൾ മറ്റേ ആളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത് എന്താ? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ സ്വാമി വിവേകാനന്ദനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എപ്പോഴും ഒരു ബ്രൗൺ നിറത്തിലുള്ള കുപ്പായിട്ടിട്ടായിരിക്കും നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഗരുഡൻ്റെ കളർ ഏകദേശം അങ്ങനത്തെ ഒരു കളറൊക്കെ അല്ലേ? അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഇട്ടാൽ മതി. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ, അപ്പോൾ ഗരുഡൻ ഒരു അങ്ങനത്തെ ഒരു നിറമൊക്കെ ഉള്ള കുപ്പായിട്ട് ആരാ നടക്കുന്നത്? സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് ചട്ടമ്പി സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി തിരിച്ചെന്താ പറഞ്ഞത്? വിവേകാനന്ദൻ തിരിച്ചെന്താ പറഞ്ഞത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ പറ്റി അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടോപ്പാക്കി വെച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി പറഞ്ഞു ഗരുഡനാണെന്നൊക്കെ, വിവേകാനന്ദൻ പറഞ്ഞു യഥാർത്ഥ മനുഷ്യനാണെന്ന്. ഓക്കെ, അദ്ദേഹം മനുഷ്യനാണെന്നാണ് പറഞ്ഞത്, മറ്റേ ആൾ ഗരുഡൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1892 വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടിയത്. എന്നിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടോപ്പാക്കി വെച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി. അപ്പോൾ ക്ലർക്കായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. നമുക്ക് ചിലപ്പം ക്ലർക്കൊക്കെ ആയിട്ടോ ചട്ടമ്പി സ്വാമിയോ എന്നൊക്കെ തോന്നും, പക്ഷെ ഉണ്ട് കേട്ടോ, ചട്ടമ്പി അല്ലേ, അപ്പോൾ എവിടെയും ജോലിയൊക്കെ കിട്ടും. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ. അപ്പം നമ്മളിപ്പം LDCക്കും LPUPക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നില്ലേ? അപ്പോൾ LDC എഴുതിയിട്ടാണ് അദ്ദേഹം ക്ലർക്കായെന്ന് വിചാരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് അന്നിപ്പോൾ നമ്മൾ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാറില്ലേ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ, ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ എന്നൊക്കെ പറയും. അപ്പം ചട്ടമ്പി സ്വാമി ക്ലർക്കായപ്പോൾ അദ്ദേഹം പറയുവാണ്, വിദ്യയും വിത്തവും ഒക്കെ ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ, എന്നിട്ടൊക്കെ തന്നെ കാര്യമുള്ളൂ. ഇങ്ങനെ ചട്ടമ്പിയായി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല, വിദ്യാഭ്യാസമൊക്കെ വേണം. അപ്പോൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെക്കുറിച്ചാണ് വിവേകാനന്ദൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? അപ്പോൾ വിവേകാനന്ദൻ വിട്ടില്ല, ഇനിയും വേറെ അഭിപ്രായങ്ങളുണ്ട്. എന്താ? വേദാധികാര നിരൂപണം. എന്താണ് വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞത് എന്താണ്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ചാണ് വിവേകാനന്ദൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കേട്ടോ. അപ്പം വേദാധികാര നിരൂപണം. ഓക്കെ, ഇനി ബാലഭട്ടാരക ക്ഷേത്രം ആരുടെ ഓർമ്മയ്ക്ക് നിർമ്മിച്ചതാണ്? ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പി സ്വാമികളുടെ ഓർമ്മയ്ക്ക് നിർമ്മിച്ചതാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം സംഭവിച്ച സ്ഥലം ആണ് വടിവീശ്വരം. ഓക്കെ,
ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? വേറെ പേരുകളാണ് കേട്ടോ ഇത്. അവിടെയും ഇവിടെയാണ് പോയിന്റ്സ് കിടക്കുന്നത്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ, ശ്രദ്ധിക്കാം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം കിട്ടുന്നത് എവിടെ നിന്നാ? വടി വീശ്വരത്തുനിന്ന്. അപ്പോൾ വടി ഇങ്ങനെ എന്താണ്? ചട്ടമ്പി അല്ലേ, വടി ഇങ്ങനെ വീശി 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 കളിക്കുന്നതൊക്കെ ഇങ്ങനെ വെറുതെ ആലോചിക്കാം. അപ്പോൾ ചട്ടമ്പിയാണ് വടി വീശ്വരം, വടി വീശുക. അപ്പോഴാണ് എന്ത്? ജ്ഞാനോദയം കിട്ടുന്നത്. എന്നിട്ട് പോയി പഠിക്കുന്നു, ക്ലർക്കാവുന്നു, എന്നിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നു, എന്തോ ബുക്കൊക്കെ എഴുതുന്നു. അത് വേദാധികാര നിരൂപണം എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ വീണ്ടും വന്നിട്ട് ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടിട്ട് പോകുന്നു. ഓക്കെ, ഇനി അപ്പോൾ ചട്ടമ്പി ആയിരുന്ന ആദ്യം അയ്യപ്പൻ കുഞ്ഞമ്പിള്ള കുഞ്ഞിക്കുട്ടിയായിരുന്നു, പിന്നെ ചട്ടമ്പി ആയി, പിന്നെ വീണ്ടും തിരിച്ചറിവുണ്ടാവുകയാണ്, വടിവീശ്വരത്ത് വെച്ച് ജ്ഞാനോദയം ഉണ്ടാവുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോവാം. ഇനി ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ വീണ്ടും ഒരുപാട് പേരുകളുണ്ട് അല്ലേ? കുഞ്ഞൻപിള്ള, അയ്യപ്പൻ, ബാലഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനാണ് ആര്? ബോധേശ്വരൻ. ഒരു ബോധമുള്ള കുട്ടീനെയാണ് അദ്ദേഹം ശിഷ്യനായിട്ട് എടുത്തിട്ടുള്ളത്. ജയ ജയ കോമള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനത്തിൻ്റെ കർത്താവ് ആരാണ്? ബോധേശ്വരൻ ആണ്. ചട്ടമ്പി സ്വാമികളെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ച വർഷം 2014 കേട്ടോ. എന്നായിരുന്നു സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത്? മറന്നു പോവേണ്ട, 1892 കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 2014. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ ആണ്. ചട്ടമ്പി സ്വാമികളാണ്. ഇനിയുണ്ട് കുറച്ച് പോയിന്റ്സ്, നമുക്ക് നോക്കാം. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ 1892 സ്വാമി വിവേകാനന്ദനും 1882 ശ്രീനാരായണ ഗുരുവിനെയാണ് കണ്ടുമുട്ടിയത്. ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടലുകൾ എന്ന് പറഞ്ഞ് വേറെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമി ജനിച്ചത്. 1853 കൊല്ലൂർ കണ്ണമൂല എന്ന് പഠിച്ചു. അങ്ങനെ ഈ ഓഗസ്റ്റ് 25 എന്തായിട്ട് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, നവമഞ്ജരി എന്ന കൃതി ആരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എഴുതിയത്? ആരെക്കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് നവമഞ്ജരി എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് 1924 മെയ് 5 ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ് കേട്ടോ. പന്മന. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണെന്ത്? പ്രാചീന മലയാളം കേട്ടോ. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. അത് പിന്നെ കിട്ടുമല്ലോ. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണ് എന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ എന്ന് പറയുന്നത്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അതാണ് സ്വാമി വിവേകാനന്ദൻ വന്നിട്ട് എന്ത് പറഞ്ഞത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന് പറഞ്ഞത് അല്ലേ. അഗസ്ത്യർ എന്ന തൂലികാനാമത്തിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് തമിഴകം. തമിഴകം. ഓക്കെ, ഇനി പ്രധാന കൃതികളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വായിച്ചു പോകാനേ കഴിയുള്ളൂ. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചധികം സമയമെടുക്കും. നമുക്ക് റിവിഷൻ ആണല്ലോ, അതെല്ലാവരും അങ്ങനെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്പീഡ് പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അദ്വൈത ചിന്താ പദ്ധതി, വേദാന്ത സാരം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, സർവമത സാമരസ്യം. ഓക്കെ, അതിൽ ഓരോന്നിൻ്റെ പ്രത്യേകത എല്ലാത്തിൻ്റെ ഒന്നും അറിയില്ലല്ലോ. വേദാധികാര നിരൂപണം നമ്മൾ പറഞ്ഞു. എന്താണ്? അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. പിന്നെ ഏതാണ്? ആദിഭാഷ.
ആദ്യഭാഷേൻ്റെ പ്രത്യേകത എന്താണ്? തമിഴാണ് ആദിഭാഷ എന്നല്ലേ, മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണ് എന്ന് വാദിക്കുന്ന കൃതിയാണ് ആദ്യ ഭാഷ എന്ന് പറയുന്നത്. പിന്നെ പ്രാചീന മലയാളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഏറ്റവും വലിയ കൃതി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളമാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ചട്ടമ്പി സ്വാമികൾ പഠിച്ചു, പിന്നെ സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. വൈകുണ്ഠസ്വാമികൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുകൊണ്ട് ഞാനിന്ന് പറഞ്ഞില്ല. പിന്നെ ആറ്റിങ്ങൽ കലാപമാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും കൂടിയൊക്കെ ഒന്ന് കേട്ട് നോക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.